സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. CATU, INTUC സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആശമാരുടെ രാപകൽ സമരം ഇന്ന് 53ാം ദിവസമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, വീണ്ടും ഒരു ചർച്ച, പ്രശ്നപരിഹാരം സാധ്യമാകുമെന്നാണല്ലോ അവരുടെ പ്രതീക്ഷ. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കും ആശമാർ? ഉമേഷ്. ഉന്മേഷ്, ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും നിർണായകമായ ദിവസമാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇന്ന് 53 ദിവസം പിന്നിടുകയാണ്. ഒപ്പം നിരാഹാര സമരം 15ാം ദിവസത്തിലേക്കും കടന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ന് ആരോഗ്യമന്ത്രി ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരത്തെ 2 ഘട്ടം ചർച്ച ചെയ്തപ്പോഴും ഇവരുടെ പ്രാഥമികമായ ആവശ്യം, അതായത് ഫിക്സഡ് ഓണറേറിയം 7000 രൂപ എന്നുള്ളത് 21,000 രൂപയായി ഉയർത്തുക, രണ്ടാമത്തെ ആവശ്യമായ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക തുടങ്ങി ഈ ഏറ്റവും സുപ്രധാനമായ 2 ആവശ്യങ്ങൾക്കും അതിലൂന്നിയുള്ള ചർച്ചകൾക്കോ ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ആ 2 ചർച്ചകളും പരാജയപ്പെടാൻ കാരണമായി പറയുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. കാരണം ഈ 2 ആവശ്യങ്ങളും നേരത്തെ തന്നെ ആരോഗ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പരിഗണിക്കാതെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ച ഏറ്റവും സുപ്രധാനമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. കൂടാതെ CATU, INTUC അടക്കമുള്ള ആശാ വർക്കേഴ്സിൻ്റെ മറ്റ് സംഘടനകളെയും ഈ ചർച്ചയുടെ ഭാഗമായി ക്ഷണിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചർച്ചയിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ഈ സമരത്തിൻ്റെ കൂടി ഭാവിയുടെ കാര്യം കൂടിയാണ്. എന്തായാലും എങ്ങനെ ചർച്ചയെ കാണും എന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇനി ചർച്ചയിലേക്ക് പോകുന്നത്? വലിയ പ്രതീക്ഷയോടെ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് 53ാമത്തെ ദിവസമാണ്. നിരാഹാര സമരം ആരംഭിച്ചിട്ട് 15ാമത്തെ ദിവസമാണ്. ആ ഒരു സാഹചര്യത്തിൽ വിളിക്കുന്ന ഒരു ചർച്ചയിൽ തീർച്ചയായും ഞങ്ങൾ വളരെ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിൽ ഊന്നിയുള്ള ചർച്ചയായിരിക്കും ഇന്നുണ്ടാവുക. തീർച്ചയായിട്ടും. കാരണം ഈ ചർച്ച തന്നെ ഇപ്പോൾ നമ്മൾ നടത്തുന്ന സമരത്തിൻ്റെ ഫലമായിട്ടുണ്ടായി വന്നതാണല്ലോ. അപ്പോൾ അവിടെ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ഉയർത്തിയ വിഷയമാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ചർച്ച. ആവശ്യങ്ങളിൽ പൂർണ്ണമായി INTUC യോജിക്കുന്നില്ലെങ്കിലും INTUC ആശാ സമരത്തിന് ഈ സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അവരും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതും ഒരു പോസിറ്റീവായി കാണുന്നു. ചർച്ചയ്ക്ക് ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ചർച്ച വിളിക്കുന്നവരാണല്ലോ. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കൂട്ടായ വിലപേശലിന് സാധ്യത ഉണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ? അങ്ങനെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ വലിയ പ്രതീക്ഷയോടെ. അഥവാ 2 കാര്യം കേന്ദ്രമന്ത്രിയോട് പറഞ്ഞു എന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത്. ഒന്ന്, ഓണറേറിയത്തിൽ വർധനവുണ്ടാക്കാൻ കേന്ദ്രം സഹായിക്കണം. ഇൻസെൻറ്റീവ് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് ചെയ്യേണ്ടത്. അത് ഷെയറിംഗ് ആണ്, കേന്ദ്രവും സംസ്ഥാനവും. കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചാൽ അതിനൊരു വിഹിതം സംസ്ഥാന ഗവൺമെൻറ് വർദ്ധിപ്പിക്കണം. അതിൽ കേന്ദ്രമന്ത്രി പറഞ്ഞതായി ആരോഗ്യമന്ത്രി വെളിപ്പെടുത്തിയത് ഓണറേറിയം വർധനവിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല, അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തനിക്ക് അഭിപ്രായമുണ്ട്. അത് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമുണ്ടാക്കാൻ ശ്രമിക്കാം എന്നൊരു പോസിറ്റീവായ നിലപാട് കേന്ദ്രമന്ത്രി സ്വീകരിച്ചു എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരുമായി ചർച്ച ചെയ്യുന്നത്. സാധാരണ നിലയിൽ ഒരു ട്രേഡ് യൂണിയൻ ഇതുപോലുള്ള സമരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സമരങ്ങൾ ഇപ്പോൾ അംഗനവാടി ജീവനക്കാരുടെ ആവശ്യമുയർത്തി INTUC ഒരു സമരം നടത്തിയിരുന്നു. അവരുമായി ചർച്ച ചെയ്തപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഇന്നാണ് ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചാ വിഷയത്തിൽ എളമരം കരീം സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ